ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനെന്താ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് 2 മുട്ടയും ഞാനിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക പൊടിച്ചത് വെച്ചതില്ലെങ്കിൽ ഏലക്കയുടെ തൊലി കളഞ്ഞിട്ട് ആ ഒരു കുരി ഇതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് അരിഞ്ഞ് കിട്ടിക്കോളും. ഇനി നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ നന്നായിട്ടിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ജാറടച്ച് വെച്ചിട്ട് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തിട്ടുള്ള മാവ് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ചൊരു ലൂസായിട്ടാണ് കേട്ടോ മാവ് ഉള്ളത്. ഇനി നമുക്കിതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കാം. റവ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോഴേക്കും കുറച്ചൊന്ന് കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇനി ഇതാ ഞാൻ ഉണ്ണിയപ്പച്ചട്ടിയിൽ ഓയിൽ നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്കാണ് കേട്ടോ ഇത് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായിട്ട് കിട്ടും. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാതെയും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. നമ്മൾ ഒരു കുഴിയുള്ള പാത്രത്തിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൽ അത്യാവശ്യം കുഴിയുള്ള ഒരു കയ്യിൽ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് അതിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ടും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു സൈഡൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും തിരിച്ചും മറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് കോരിയെടുക്കാം. പിന്നെ ഇതിൻ്റെ മാവിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ ഒരു പറഞ്ഞ മെഷർമെൻറ്റിൽ ചിലപ്പം എല്ലാവരും എടുക്കുന്ന ആ ഒരു അളവ് കറക്റ്റ് ആയിക്കോളണമെന്നില്ല. അപ്പോൾ മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് നിങ്ങൾ അതിൽ ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മൈദയോ റവയോ ഒക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മാവ് ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് ഇതുപോലെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടില്ല കേട്ടോ. അപ്പോൾ മാവ് ഒരുപാട് ലൂസാവാതെ ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല പഞ്ഞി പോലുള്ള മുട്ടയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയും പാലൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം ആണ് കേട്ടോ ഇത്. നല്ല പഞ്ഞി പോലുള്ള ഒരു അപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്